എടുത്തത്. ഇത് ഫസ്റ്റ് എക്സ്പീരിയൻസ് അല്ലേ ഇങ്ങനെ ഫുഡ് കഴിക്കണേ? എങ്ങനെയുണ്ട് സ്ഥലം? എങ്ങനെയുണ്ട്? വാഗമൺ പോയിക്കൊണ്ടിരിക്കണോ? വാഗമൺ പൊളി സ്ഥലമാണ്. നമ്മൾ നോക്കിയ ലൊക്കേഷനൊക്കെ നോക്കിയ പൊളി സ്ഥലമുണ്ടാ. അപ്പോൾ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഒരു യാത്രയായിരുന്നു. പെട്ടെന്നൊക്കെയാണ് പരിപാടിയൊക്കെ തീരുമാനിച്ചത്. അപ്പോൾ എന്തായാലും നമ്മുടെ വേറെ കൂട്ടുകാരും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അടിപൊളി ക്ലൈമറ്റ് ആണ്. അപ്പൊ ഞങ്ങളിവിടെ വന്ന് കാല് കുത്തിയപ്പോ തന്നെ മഴയും പെയ്തട്ടോ. എല്ലാവരും ഉടനെ തന്നോടൊന്ന് മൂത്രം വെച്ചോണ്ടിരിക്കുന്നു. അപ്പൊ എന്തായാലും അടിപൊളി. നമ്മുടെ ബാക്കിയുള്ള കൂട്ടുകാരന്മാരൊക്കെ ഇനി എത്താനുണ്ട്. അപ്പൊ അവരൊക്കെ എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അടിപൊളിയായിരിക്കും കേട്ടോ. എന്തായാലും ഫുഡും കാര്യങ്ങളൊന്നും കഴിച്ചിട്ടില്ല. ഇപ്പൊ സമയം ഏകദേശം 1 മണിയല്ലേ? 1:45 അയ്യോ, നല്ല വിശപ്പുണ്ട്, കൊട്ട വിശപ്പാണ്. എന്തായാലും നല്ല വിശപ്പ്. എന്തായാലും ഫുഡും കാര്യങ്ങളൊക്കെ ഇനി കഴിക്കണം. അവരും കൂടി എത്തിയിട്ട് കഴിക്കാൻ എഴുതിയിട്ടാണ്. അപ്പൊ ഞങ്ങള് മർമല വാട്ടർഫോളിന്റെ ആ ഭാഗത്തൊക്കെ ആയിട്ടൊക്കെയാണ് നിൽക്കുന്നത് കേട്ടോ. ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് വാഗമണ്ണായിട്ടൊക്കെ അങ്ങോട്ടൊക്കെ പോകണം. എന്തായാലും പെട്ട ക്ലൈമറ്റ്. ഇപ്പൊ മഴയും വീണ്ടും വൈബ്. ആഹാ, അടിപൊളി. എത്ര നാളായി ഇതുപോലെ ഒരു മഴ കൊണ്ടിട്ടെന്നറിയോ? മീൻസ് ഇങ്ങനത്തെ ഒരു സ്ഥലത്തൊക്കെ വന്നിട്ട്. എന്തായാലും അടിപൊളി ക്ലൈമറ്റ് ആട്ടാ. ഇതേ നമ്മുടെ ബടി അവിടെ നടന്നുകൊണ്ടിട്ടുണ്ട്. ഒരു സാധനം കാണിച്ചാ മാമത്തെ. അപ്പൊ ഇവിടെ ഒരു സാധനം, ഇവിടെ ഒരു വീട് പോലത്തെ ഒരു സെറ്റപ്പ് ഇട്ടാ. ദൂരെ നോക്കാൻ ഭയങ്കര രസമാണ് ഇത് കാണാനായിട്ട്. നിങ്ങൾ കാണുന്നുണ്ട്, അടിപൊളിയാട്ടത്. സനു വച്ചനോടെ നടന്നു തന്നെയുണ്ട്. അടിപൊളി, സൂപ്പറാട്ടോ. അത് നോക്കിയേ, സനു നടന്നു തന്നെയാണേ. വാവ്, ഇത് കാണും മച്ചനെ. മഴ നല്ല രസമായിട്ട് വീണോണ്ടിരിക്കണ്. അടിപൊളി, നല്ല കനമുള്ള മഴ കേട്ടോ. നനയും എന്തായാലും നനഞ്ഞ. അപ്പൊ ഗായ്സ്, നമ്മളിപ്പോ മർമല വാട്ടർഫോളിൽ എത്തിയേക്കണേ കേട്ടോ. അപ്പൊ നല്ല അടിപൊളി വെള്ളച്ചാട്ടത്തിന്റെ സൗണ്ടൊക്കെ കേൾക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഇവിടുന്ന് വെള്ളച്ചാട്ടം കാണാനും പറ്റുന്നുണ്ട് കേട്ടോ. അപ്പം എല്ലാവരും അങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഫുഡും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. ഫുഡും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞങ്ങളങ്ങോട്ട് വെള്ളച്ചാട്ടത്തിൻ്റെ അങ്ങോട്ട് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത്യാവശ്യം വലിയ തിരക്കും കാര്യങ്ങളൊന്നും ഇല്ല. എന്നാലും ആൾക്കാരൊക്കെ ഇടക്ക് പാസ് ചെയ്ത് പോകുന്നുണ്ട്. എന്തായാലും അടിപൊളി. അതെ ഉണ്ടാ, ഇതൊക്കെ ഉണ്ടോ നമ്മുടെ അടി. 2 വണ്ടിക്കാണ് അപ്പോൾ നമ്മൾ വന്നത്. പോണ വഴിയൊക്കെ നമുക്ക് വെള്ളം ഉണ്ട്. അത് വെള്ളത്തിൻ്റെ അതിലൊക്കെയാണ് നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പം എല്ലാവരും വള്ളിച്ചിരിപ്പും കാര്യങ്ങളൊക്കെ ഇട്ടേക്കുന്നത്. അത്യാവശ്യം അടിപൊളിയാണ്. ഇപ്പോൾ വെള്ളമില്ല അവിടെ, അത്രേ ഉള്ളൂ. അവസാനം ഇവിടുത്തെ പൈനാപ്പിൾ പോയിട്ട് പൈനാപ്പിൾ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. മുള്ളാണ്, മുള്ളു. വെറുതെ പറിക്കണം. പറിച്ചാ പൈനാപ്പിൾ പറിച്ചു. ചെറിയ പൈനാപ്പിൾ പിടിച്ച് കിട്ടി എക്സ്ക്ലൂസീവ്. ആണോ? അതാണോ നമുക്ക് ഇവിടെ ഇരുന്ന് കഴിക്കാന്ന്. ഇപ്പൊ നമ്മള് അടിപൊളി സ്ഥലത്തെത്തിയിട്ടാ. അങ്ങനെ നമ്മളെത്തി വാട്ടർഫോൾ. ഇത് കയറി പോണേട്ടാ. ജെയ്സൺ ബ്രോ വീഴാൻ പറ്റുന്ന ഒരു ഷോട്ട് നമുക്ക് കിട്ടൂട്ടോ. ആണെങ്കിൽ
അപ്പൊ നമ്മള് ഫുഡ് കഴിക്കുന്നുണ്ടോ? ഫുഡ് കാര്യങ്ങളൊക്കെ ഇനിയിപ്പോ എല്ലാരും വീട്ടിൽ നിന്നാണ് കൊണ്ടുവന്നത് കേട്ടോ. അപ്പൊ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന ഫുഡും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ കഴിക്കുന്നത്. എല്ലാരും വെയിറ്റ് ചെയ്തിരിക്കണം. സാധനം എന്നെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പൊ നമ്മൾ ഒരുമിച്ചിരുന്ന് കഴിക്കണം കേട്ടോ. എന്തായാലും നിങ്ങളുടെയല്ല അടിപൊളി വൈബാണ് കേട്ടോ. പുറകില് വാട്ടർഫോൾ അടിപൊളി. വീട്ടിലെ ഊണ് കാട്ടിലിരുന്ന് അല്ലേ? വീട്ടിലെ ഊണ് കാട്ടിലിരുന്നുള്ള ഫുഡിങ് ആണ് ഇപ്പൊ കാണുന്നത് കേട്ടോ. അടിപൊളി. ഒരു വൈബാണ്ടോ. അവിടെ നിന്ന് ചെറിയ രീതിയിൽ ഇങ്ങനെ വെള്ളമൊക്കെ ഇങ്ങനെ തെറിച്ച് ഇങ്ങോട്ട് വീഴുന്നുണ്ട്. എന്നാലും അടിപൊളി. നമ്മുടെ ഫുഡ് കാര്യം മൂട് എന്ത് മൂടാൻ നമ്മുടെ ഫുഡ് സെറ്റാക്കിട്ടുണ്ട്. നോക്കിയ അടിപൊളി കറി. നമ്മുടെ വാട്ടർഫോൾ. ആഹാ കഴിച്ചു തുടങ്ങി. ഫൗൾ അടിപൊളി. അടിപൊളി ഫുഡ് റെഡി ആട്ടോ. ഞങ്ങൾ എല്ലാവരും ഇരുന്ന് കഴിച്ചോണ്ടിരിക്കുന്നത്. അവിടെയൊക്കെ നോക്കി എല്ലാവരും മുകളിലൊക്കെ ഇരുന്ന് കഴിച്ചോണ്ടിരിക്കുന്നത്. അടിപൊളി വാട്ടർഫോളിന്റെ അടുത്ത് നിന്ന്. ഇത് ഫസ്റ്റ് എക്സ്പീരിയൻസ് അല്ലേ ഇങ്ങനെ ഫുഡ് കഴിക്കണേ? അടി എല്ലാരും അടി. സാമ്പാറും കാര്യങ്ങളൊക്കെ ഒഴിക്കണാണ്. എല്ലാവരും ഫുഡും കാര്യങ്ങളൊക്കെ അടിപൊളി. ഇതേ ഫുഡ് പപ്പടം ഉണ്ട്, സാമ്പാറുണ്ട്, പിന്നെ ഒരു ഒലത്തറി ഉണ്ട്, ചീരക്കറി ഉണ്ട്, പിന്നെ അതേ ഫ്രൈ ഒക്കെ ഉണ്ട് കേട്ടോ. എല്ലാം ഉണ്ട്. അപ്പൊ ഞങ്ങൾ ഇനി ഫുഡും കാര്യങ്ങളൊക്കെയാണ്. ഫുഡും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടാണ് അല്ലേ സനു? അപ്പൊ ഇവിടെ കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഞങ്ങളപ്പോ തിരിക്കണുണ്ടാവും. എന്തായാലും നല്ല മഴയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അത്യാവശ്യം ഞങ്ങൾ എൻജോയ് ചെയ്ത് പൊളിയായിരുന്നു. വൈബ് സൂപ്പറായിരുന്നു. ഞങ്ങളപ്പോ തിരിക്കണുണ്ടാവും. അപ്പൊ എന്തായാലും അടിപൊളി ക്ലൈമറ്റ് ആണ്. ഒരു രക്ഷ.
എത്തിയിട്ടില്ല. അപ്പൊ നമ്മൾ അകത്തോട്ട് കയറും ഇപ്പൊ തന്നെ. എന്തായാലും അടിപൊളി ക്ലൈമറ്റും കാര്യങ്ങളൊക്കെയാണ്. നല്ല കാറ്റ്, നല്ല മഴ, ഒടുക്കത്തെ തണുപ്പ്. വാഗമൺ വന്നിട്ട് അടിപൊളി. എന്തായാലും അടിപൊളി വ്യൂ ഒക്കെ ഉള്ള ഒരു സ്ഥലത്താണ് നമ്മൾ എത്തിയേക്കണത്. അപ്പൊ അതായത് നമ്മള് സ്ഥലത്തെത്തിയിട്ടാ. ഞാനപ്പോ പുറത്തോട്ട് ഇറങ്ങണേണ്ട. പുറത്തെന്ന് പറഞ്ഞാൽ അപ്പാര വ്യൂ ആണ്. അതേ മുകളിലോട്ടൊക്കെയാണ് ആൾക്കാർ കയറി പോയേക്കണേ കേട്ടാ. ഇതേ നമ്മുടെ ഫുഡ് ഐറ്റംസും കാര്യങ്ങളെല്ലാം കയറ്റിക്കൊണ്ടിരിക്കണേണ്. നല്ല അടിപൊളി വ്യൂ എന്ന് പറഞ്ഞത് ഇത് നോക്കിയ അടിപൊളി വ്യൂ, സൂപ്പർ വ്യൂ ആണ്. എന്തായാലും അടിപൊളി സ്ഥലത്താണ് നമ്മൾ എത്തിയേക്കണേണ്ട. അതെ ഇവിടുന്ന് സാധനങ്ങളൊക്കെ എടുത്തോണ്ടിരിക്കണേണ്ട. നമ്മുടെ ഡിക്കിയിൽ അത്യാവശ്യം കുറെ സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. 2 കുപ്പി വെള്ളവും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ കൊണ്ടുവന്ന് വെച്ചത്. ഒരുപാട് സാധനങ്ങൾ, നമ്മുടെ വെജിറ്റബിൾസും ചിക്കനും അങ്ങനെയുള്ള സർവ്വസാധാരണ എല്ലാ സാധനങ്ങളും നമ്മൾ അകത്തോട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതുണ്ട് നമുക്ക് പോകുന്നത്. ഒരു വണ്ടി ഇത് ഇവിടെ കിടക്കണേണ്ട. ഇതുണ്ടോ, ഇവിടെ നിന്ന് അങ്ങോട്ട് കംപ്ലീറ്റ് വ്യൂ ആണ്. ഇവിടെ വന്നിട്ട് വിറക്കണൊരു സീനുണ്ടത്. കൈയൊക്കെ കിടന്ന് വിറക്കണൊക്കെ, കൈയാണ് വിറക്കണ. ആ പാസ്വേഡ് ഒന്ന് ടൈപ്പ് ചെയ്ത് ഇത് നോക്കി. പൊളി പൊളി. പിന്നെ പോളീസാല് ഇത്രയും ദൂരം പ്രതീക്ഷിച്ചില്ല അല്ലേ. നമ്മുടെ അപ്പുറത്ത് ഒരാൾ ഇപ്പൊ ഉണ്ടാ. അപ്പുറത്ത് ഒരാൾ പറഞ്ഞ അടിപൊളി. എങ്ങനെയുണ്ട് സ്ഥലം? എങ്ങനെയുണ്ട്? ക്ലൈമറ്റ് എങ്ങനെയുണ്ട്? നല്ലോണം അടിപൊളിയാട്ടത്. അപ്പൊ അകത്തെല്ലാരും ആ ഞാൻ നൈസായിട്ടൊന്നും അകത്തോട്ട് കയറിട്ടാ. ഇത് നമ്മുടെ കോറിഡോറാണ്. അപ്പൊ ഇവിടുത്തെ വ്യൂസ് ആണ് ഇത്. എന്തായാലും അടിപൊളി പൊളി പൊളി. ഇതൊക്കെ ഇപ്പുറത്തെ സൈഡാണെങ്കിലും നല്ല അടിപൊളി വ്യൂ ആണ്. ഇവിടെ ചെറിയൊരു സാധനമുണ്ട്, ഞാൻ കണ്ടില്ല. ഇവിടെ എല്ലാരും ഫോട്ടോ എടുക്കാനും ഇതൊക്കെ ആയിട്ടൊക്കെയുള്ള തിരക്കിലാണ്ടാ. ഡെർമോനെ എങ്ങനെയുണ്ട് ക്ലൈമറ്റ്? ഡെർമോന് വെൽ സെറ്റിൽഡ് ആണ്. ഇതൊക്കെ ഇതൊക്കെ എടുത്തിട്ടുണ്ടോ? നമ്മളാണെങ്കിൽ ഒരു സാധനം എടുത്തില്ല. എങ്ങനെയുണ്ട് ക്ലൈമറ്റ്? എങ്ങനെയുണ്ട്? മഴയും കൂടി ആയപ്പോ അടിപൊളി അല്ലേ? പൊളി സ്ഥലം. അതെ, നാളെ അവിടെ കുളിക്കാൻ പോകുന്നാണ്ട് പറഞ്ഞാണ്. ഇന്നിപ്പോ നമ്മ ഒരു ഗംഭീര കുളി കഴിഞ്ഞിട്ടിരിക്കണേണ്. അതുകൊണ്ട് നാളെ അവിടെ ആയിരിക്കും കുളിക്കാൻ വേണ്ട. അടിപൊളി സ്ഥലമാണ്. നമ്മുടെ ജനല വഴി കാണുന്ന ഒരു വ്യൂ ആണിട്ടത്. അടിപൊളി. പിന്നെ അത് ഇതുണ്ട്. ഇവിടെയൊക്കെ ഒരു പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു മരത്തിന്റെ ഒരു സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഇവിടെ ഇങ്ങനെ ഡിസൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. നമുക്ക് നമ്മുടെ റൂം ഇതാണ്. റൂമിൽ ഇപ്പം അലങ്കോലൊക്കെപ്പെട്ടേ റൂം ഇതാണ് കേട്ടോ. അപ്പോൾ റൂമിൻ്റെ ഇപ്പം നമ്മൾ കയറി വന്ന വഴി ഇതാണ്. ഇവിടെയും ഒരു റൂമുണ്ട്. അപ്പോൾ 2 റൂമാണ് ഇവിടെ ഉള്ളത് കേട്ടോ. അപ്പോൾ നമ്മൾ അടിയിലാണ് കിച്ചൺ. അപ്പോൾ നമ്മൾ അടിയിലോട്ട് പോകണേ കേട്ടോ. അടിയിലോട്ട് പോകാൻ നേരത്ത് അപ്പോൾ അടിയിലോട്ട് വേറെ സെറ്റപ്പാണ് കേട്ടോ. നോക്കി അടിയിലോട്ട് ഇങ്ങനെയാണ് ഇറങ്ങണത്. അവരൊക്കെ അടിയിലുണ്ട്. നമുക്ക് ഇവിടെ ഡൈനിങ് ടേബിളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇങ്ങനെ എല്ലാവർക്കും ഇരിക്കാനൊക്കെ ആയിട്ടൊക്കെ പറ്റും. ഒരു കിച്ചൺ, ഗ്രില്ല് അടിക്കാനുള്ള സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഒരു കാര്യമുണ്ട്. അതെ, നമുക്ക് വൈകുന്നേരത്തേക്ക് സെറ്റ് ചെയ്യാനുള്ള ചിക്കനും ഏകദേശം നമ്മൾ അവിടെ നിന്ന് എല്ലാം മസാലയൊക്കെ പുരട്ടി വെച്ചിട്ടാണ് വന്നത്. ഭയങ്കര തണുത്ത് കുറച്ചിരിക്കണേ ഇവിടെ. നമ്മുടെ ഇവിടെ ഇതിന്റെ ഡോറിൽ കൂടിയുള്ള ഒരു വ്യൂ ആണ് ചേട്ടാ. ആഹാ, വാൾപേപ്പർ എടുത്ത് വെച്ചവരുണ്ട് കേട്ടോ. ചിക്കനും കൊണ്ട് പോണൊരു വ്യൂ ആണിത്. കണ്ടാട്ടാ, ചിക്കൻ ഇങ്ങനെ അടിച്ചിട്ടില്ല. ഇങ്ങനെ ഒരു എല്ലാവരും ഇരുന്ന് കരയണ കണ്ടപ്പോഴാണ് ഞാൻ സംഭവം ശ്രദ്ധിക്കേണ്ട. സവാള സനുവിന്റെ ഇവിടെ സവാള അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. മിനിയാൻറ്റി ഇഞ്ചി ശരിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. മിനിയാൻറ്റി കാണണ്ട പറഞ്ഞിരിക്കുന്നുണ്ട്. ഡോക്ടർ എന്താണ് ഡോക്ടർ? നമ്മൾ ഡോക്ടറിന്റെ ഡ്രസ്സൊക്കെ ഇട്ടിട്ടാണല്ലോ ഇവിടെ ഒരാളെ. അപ്പൊ രാത്രി ആട്ടെ, ഏകദേശം ക്ലൈമറ്റ് ഒക്കെ ഏകദേശം രാത്രി സന്ധ്യയൊക്കെ ആയി. അപ്പൊ ഞങ്ങള് ചെറുതായിട്ട് ബാർബിക്യൂ സെറ്റപ്പും കാര്യങ്ങളൊക്കെ തുടങ്ങുന്നതാണ്. അപ്പൊ എന്തായാലും ഇവിടെ തീയൊക്കെ കത്തിച്ച് തുടങ്ങിയിട്ടുണ്ട്. ഓക്കെ. അപ്പൊ ഒരാൾ കട്ടയൊക്കെ എടുത്ത് പോകുന്നുണ്ട് അകത്തുനിന്ന് കത്തിക്കാനൊക്കെ ആയിട്ടൊക്കെ. ഞാനിവിടെ ചെറുതായിട്ട് തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ നമ്മുടെ ഗ്രില്ല് റെഡി ആയിട്ട് ഗ്രില്ല് ഇട്ടുണ്ടെങ്കിൽ നമ്മളെ മുകളിൽ കയറ്റി വെച്ചേക്കണം വേണ്ട. അപ്പൊ എന്തായാലും കനലൊക്കെ വെച്ചിട്ട് സെറ്റ് ആക്കി വെച്ചേക്കണേണ്. അപ്പൊ എന്തായാലും ഗ്രില്ലോട്ടും റെഡി ആയിട്ടുണ്ട്. ഇവിടെ എല്ലാവരും ഭയങ്കര കുക്കിങ്ങിലാണ്ടാ. നോക്കിയ പെഡായിട്ട് കുക്കിംഗ് ആണ്. ഇതുണ്ടാ നമ്മുടെ ക്ലൈമറ്റ് ഒക്കെ ഏകദേശം മാറി.
പൊളി സാധനമാണ്. നോക്കി എല്ലാവരും നല്ല പരിപാടിയാണ്. ജയ്സൺ ബ്രോ ആണെങ്കിലും കിടിലൻ കുക്കിങ്ങും കാര്യങ്ങളൊക്കെ എടുത്തത്. ലെഗ് പീസൊക്കെ എടുത്ത് കാണിക്കുന്നുണ്ട്. അമ്മോ, അതെനിക്ക് വേണമെന്നാണ് ആ മോഭാഗത്തു നിന്ന് എനിക്ക് മനസ്സിലായത്. അപ്പം നമ്മൾ ലൈറ്റും സെറ്റപ്പൊക്കെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് കേട്ടോ. അത്യാവശ്യം നമ്മൾ ഗ്രില്ലും കാര്യങ്ങളൊക്കെ ഏകദേശം ഒരു മൊരിയലൊക്കെ അടിയിലൊക്കെ ആയിട്ടുണ്ട്. ഇത് നോക്കി, അടിയിൽ നല്ല കനലും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ മാത്രം ഞാനിപ്പോൾ ലൈറ്റിങ്ങിന് വെച്ചേക്കണേണ്. ഇത് നോക്കി, അങ്ങോട്ടൊക്കെ ഭയങ്കര ഇരുട്ടും കാര്യങ്ങളൊക്കെയാണ്. അകത്ത് ഇപ്പോഴും കുക്കിങ്ങും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന കേട്ടോ. എല്ലാവരും ഉണ്ട്. എന്താണ് വിഷ്ണു, എന്താണ്? അടിപൊളി അടിപൊളി. മറിക്കണേണ്ട. ഇപ്പൊ ഒരാൾ വന്ന് മറിച്ചിട്ട് പോയുള്ളു. എടാ തുമ്പത്തൊക്കല്ല അങ്ങനെ. എങ്ങനെയുണ്ട്? പൊളി വൈബ്. അപ്പൊ അത് ഇവിടെ മഴ പെയ്തോണ്ടിരിക്കണേണ്ട, കിടുക്കൻ മഴയാണ്. അപ്പൊ നമ്മൾ എന്നിട്ടും ഗ്രില്ല് നമ്മൾ സെറ്റാക്കിക്കൊണ്ടിരിക്കണ. ഒരു റൗണ്ട് കഴിഞ്ഞ ചൂട് പിടിക്കാൻ വേണ്ടി വന്നിരിക്കണേട്ടാ. അല്ലാണ്ട് ഇത് പിടിക്കാൻ വേണ്ടിട്ടല്ലട്ടാ, ചിക്കൻ പിടിക്കാൻ വേണ്ടിട്ടല്ല. വെരി ഗുഡ്. താങ്ക് യു. സെക്കൻഡ് റൗണ്ട് ആണോ സാമിയോട് ഇപ്പൊ ഉണ്ട്. പൊളി പൊളി മാൻ.
എല്ലാവരും റെഡി ആയിട്ടൊക്കെ നിൽക്കണാണ് പോകാനൊക്കെ ആയിട്ട്. നോക്കിയാൽ അടിപൊളിയാണ് കേട്ടോ, എല്ലാം സൂപ്പറായിട്ടുണ്ട്. നമ്മുടെ വണ്ടി അവിടെ നിന്ന് രണ്ടും എടുക്കാൻ നേരത്ത് വെറുതെ ചെടി തീർച്ചയാക്കി വണ്ടിയുടെ അവസ്ഥ നോക്കി അടിപൊളി ഓഫ് റോഡായിരുന്നു. എന്താണ് സംഭവം? ഫോട്ടോക്ക് പോസ് ചെയ്യാനായിട്ടതാണ്. എന്തായാലും വീഡിയോ എടുത്തിട്ടുണ്ട്, അടിപൊളി. തിരിച്ചു പോണ വഴിയാണ്. തിരിച്ചു പോണ വഴിയില് ഭയങ്കര കോടയാണ്. നമ്മള് ഇന്നലെ നിന്നേച്ച അതേ സ്ഥലം തന്നെ, പക്ഷെ ഒരു സാധനം കാണാൻ പറ്റില്ല. ആയപ്പോഴും കാണാൻ പറ്റുന്ന അതേ അത് മാത്രമേ ഉള്ളൂ കാണാൻ പറ്റുന്നത് കേട്ടോ. പക്ഷെ നല്ല കോടയാണ്. പുറകിലൊന്നും ഒരു സാധനമേ കാണാൻ പറ്റില്ല അല്ലേ ബ്രോ? യെസ്. ഓക്കെ, ചക്ക 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 അടിപൊളി.